കേശവ് കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും പല ഓൺലൈൻ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നവരാണല്ലോ. ഓൺലൈൻ മീറ്റിങ്ങുകൾക്ക് പലപ്പോഴും ജനപ്രിയമായ പല വിദേശ ആപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെയുള്ള അതിനേക്കാൾ ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു ഇന്ത്യൻ ആപ്പിനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിശദമാക്കുന്നത്. പലരും മറ്റുള്ളവരുടെ സഹായത്താലായിരിക്കും ഇങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഉറപ്പ്. ഞാനിന്ന് പരിചയപ്പെടുന്നത് ജിയോ മീറ്റ് എന്നൊരു ആപ്പാണ്. ഇതിൽ 100 പേർക്ക് ടൈം ലിമിറ്റ് ഇല്ലാതെ കോൺഫറൻസിൽ പങ്കെടുക്കാം. HD ക്വാളിറ്റിയോട് കൂടി ഒരു ദിവസം എത്ര മീറ്റിങ്ങുകൾ വേണമെങ്കിലും നടത്താമെന്നാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. കൂടാതെ മൾട്ടി ഡിവൈസ് ലോഗിൻ സപ്പോർട്ട് കൂടിയുള്ള ഒരു ആപ്പാണിത്. മാക്, iOS, ആൻഡ്രോയിഡ്, വിൻഡോസ് ഇവയിലൊക്കെ ഇത് പ്രവർത്തിക്കും. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ജിയോ മീറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ആകെ 16 MB ഉള്ള ചെറിയൊരു ആപ്പാണിത്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്ത മീറ്റിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജോയിൻ മീറ്റിങ്ങിൽ കൂടി കയറാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് പിന്നീട് പറയാം. ആദ്യം സൈനപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി സ്ക്രീനിൽ താഴെ കാണുന്ന സൈനപ്പ് ബട്ടൺ അമർത്തുക. സൈനപ്പ് ചെയ്താൽ മാത്രമേ നമുക്കൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആദ്യത്തെ കോളത്തിൽ നമ്മൾ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ ടൈപ്പ് ചെയ്യണം. നമ്മൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. അത് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇത്ര മാത്രമേ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. അതിനുശേഷം നമ്മുടെ മൈക്കിൻ്റെയും ക്യാമറയുടെയും ഉൾപ്പെടെയുള്ള പെർമിഷൻസ് ചോദിക്കും. അത് നമ്മൾ അലോ ചെയ്യാം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ ന്യൂ മീറ്റിംഗ് എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിംഗ് ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അടിയിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി അടിയിൽ ഇൻവൈറ്റ് എന്നുള്ള ബട്ടണിൽ അമർത്തുക. അതിൽ കൂടെ നമുക്ക് വാട്സപ്പ് കൂടെ എന്തിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ആരെ വേണമെങ്കിലും ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് ലിങ്കിൽ കൂടെയും കയറാം. ലിങ്കിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മീറ്റിങ്ങിൻ്റെ ID ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പാസ്വേഡ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അതല്ലാതെ നമുക്ക് മീറ്റിങ്ങിൻ്റെ IDയും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ടും കയറാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ലിങ്കാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് 2 ഓപ്ഷനാണ് കിട്ടുന്നത്. ഒന്ന് ജോയിൻ വിത്ത് വീഡിയോ, ഒന്ന് ജോയിൻ വിത്തൗട്ട് വീഡിയോ. ജോയിൻ വിത്ത് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് കയറാം.
ജോയിൻ വിത്തൗട്ട് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇല്ലാതെ കയറാം. ഞാൻ കൊടുത്തത് ജോയിൻ വിത്ത് വീഡിയോ ആണ്. നമുക്ക് ലീവ് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ലീവ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലീവ് മീറ്റിംഗിന്റെ മുകളിൽ പ്രസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് മീറ്റിംഗിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മീറ്റിംഗിന്റെ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. ലിങ്കിന്റെ താഴെ കാണുന്നതാണ് മീറ്റിംഗിന്റെ ID. അതിനും താഴെ കാണുന്നതാണ് മീറ്റിംഗിന്റെ പാസ്വേഡ്. ഇനി നമുക്ക് ID ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഇത്രയും ഈസിയാണ്. കൂടാതെ നമ്മുടെ ഗാഡ്ജറ്റിലെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് നമ്മുടെ ഗാഡ്ജറ്റിലെ വീഡിയോയോ ഫോട്ടോയോ മറ്റെന്തെങ്കിലുമോ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ഉപയോഗിക്കാം. നമുക്ക് മറ്റൊരു സമയത്ത് നടത്താനുള്ള മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡേറ്റും ടൈമും സെറ്റ് ചെയ്യണം. അവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ചോ അല്ലാതെയോ ആ ഷെഡ്യൂൾ ചെയ്ത് വെച്ച ടൈമിൽ അവർക്ക് മീറ്റിംഗിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ലിങ്ക് വാട്സപ്പ് കൂടെയോ മറ്റു പാർട്ടിസിപ്പൻസിന് അയച്ചു കൊടുക്കാം. നമുക്ക് ചാറ്റ് ബോക്സിലൂടെയും മെസ്സേജ് അയക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ആപ്പ് വളരെ എളുപ്പത്തിൽ ഉപയോഗിച്ച് തുടങ്ങാം. സൈനിങ് ഓഫ്, മഹേഷ് കൃഷ്ണ.